സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവൻ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് രാധികയെ വരുണിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കാൻ തുടങ്ങുമായിരിക്കും. ഈ കൃത്യസമയത്ത് തന്നെ ആ സുകുമാരിയമ്മ ഓടി വന്ന് അത് നശിപ്പിക്കുവാണ്. സുകുമാരിയമ്മ അതിൻ്റെ ഇടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുവാണ് കേട്ടോ. ഈ സംഭവങ്ങളെല്ലാം ദേവനെ കൂടുതൽ തളർത്തിക്കളയുവാണ്. ദേവൻ പെട്ടെന്ന് അബോധാവസ്ഥയിൽ വീണ് പോകുവാണ് കേട്ടോ. അങ്ങനെ ഡോക്ടേഴ്സ് എല്ലാവരും വന്ന് ദേവനെ പരിശോധിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ഐസുവിൻ്റെ പുറകിൽ പ്രാർത്ഥനയോടെ ദേവൻ്റെ ജീവന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ് രാധികയും യശോദയൊക്കെ. വരുണും മുത്തശ്ശിയും ശ്യാമയും എല്ലാവരും അവിടെ ടെൻഷനിൽ നിൽക്കുവാണ് കേട്ടോ. ഇതേ സമയം ആ ഡോക്ടേഴ്സ് എല്ലാം ദേവനെ പരിശോധിച്ചതിന് ശേഷം ഐസിയുവിന് പുറത്തേക്ക് വരിക. അന്നേരം ഡോക്ടേഴ്സ് അവരോട് പറയണേ, ദേവൻ്റെ നില കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുവാണ്, ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. പക്ഷേ ആ ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ ദേവൻ്റെ ജീവൻ തിരികെ എത്തുമെന്ന് പറയാൻ പറ്റില്ല മാഡം. ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാലല്ലാതെ ദേവനാരായണൻ്റെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു വരവുണ്ടാവില്ല. ഡോക്ടറുടെ ഈ വാക്കുകൾ കേൾക്കുന്നതും ചങ്ക് പൊട്ടിപ്പോകുവാണ് കേട്ടോ രാധികയുടെയും യശോദയുടെയും ഒക്കെ. എല്ലാം നഷ്ടപ്പെട്ട് ആകെ തകർന്ന് മരവിച്ച അവസ്ഥയിൽ നിൽക്കുവാണ് രാധിക. പിന്നീട് ഓപ്പറേഷന് വേണ്ടിയിട്ട് ദേവനാരായണൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അവിടെ ഡോക്ടേഴ്സ് എല്ലാം ദേവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്ത് തന്നെ പ്രാർത്ഥനയായിട്ട് രാധികയും യശോദയും എല്ലാവരും ഉണ്ടാകും. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കേനെയാണ്. പ്രിയങ്കയ്ക്ക് ആ ഒരു ഹിന്ദിയിലെ പ്രൊഡ്യൂസറിൻ്റെ കോൾ വരുവാണ് കേട്ടോ. അതെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, യു ആർ സെലക്റ്റഡ്. അയാളുടെ വാക്കുകൾ കേൾക്കുന്നത് പ്രിയങ്കയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ താൻ ഹിന്ദി സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുന്നു എന്നും പറഞ്ഞ് തുള്ളിച്ചാടി നിൽക്കുവാണ് പ്രിയങ്ക. അപ്പോൾ അതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.